ഡോക്ടറും സംവിധാനവുമായ ഹോമിയോ ഡിസ്പെൻസറി ഞങ്ങൾ ട്രയലായിട്ടാണ് തുടങ്ങിയത്. ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഡോക്ടറെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഹോമിയോ ആശുപത്രിയിൽ, അതുകൊണ്ട് ആളുകൾ ഇവിടേക്ക് എത്തും, ഇവിടെ നിന്ന് തിരിച്ചു പോകുമെന്നാണ് എനിക്ക് പേടി, ഇവിടെ ഒന്ന് ഇരിക്കുമെന്നാണ്. കാരണം ഈ സൗന്ദര്യം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കുറെ നേരം. അപ്പോൾ ഹോമിയോ ഡിസ്പെൻസറി വരുന്നു. വരുന്ന 10-ാം തീയതിക്ക് ശേഷം നേരെ നമ്മുടെ CSRൽ ഉൾപ്പെടുത്തി തേവരയിൽ ആയുർവേദത്തിന്റെ പ്രത്യേക ക്ലിനിക്ക് വൈകിട്ട് 1 മണിയാണ് പ്രസാദമായ കോർഡിനേഷൻ. 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയുർവേദവും തേവരയിൽ വരികയാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് നിങ്ങളെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും ആധുനിക ഏതാണ്ട് 20-22 സെന്റ് ഉണ്ട് അല്ല പ്രസാദ്? ഏറ്റവും ആധുനിക രീതിയിൽ ഇപ്പോൾ മേയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിലെ ഏറ്റവും നല്ല ഹോമിയോ ഡിസ്പെൻസറി ഏതാണെന്ന് ചോദിച്ചാൽ തേവരയിലാണ്. അത് യാഥാർത്ഥ്യമാക്കിയ നിങ്ങളുടെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ശ്രീ PR അനീഷിനെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കൗൺസിലർ, മറ്റ് വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു 17 വർഷമായി ഞങ്ങൾ ഒരു 7-8ഓളം ഷിഫ്റ്റിംഗ് ആണ്. ഇങ്ങനെ ക്ലിനിക്ക് വളരെ യാതൊരു സൗകര്യവുമില്ലാതെ, ഈവൻ കറണ്ടോ ഇല്ല, ഒരു കൺസൾട്ടിങ് റൂം ഇല്ല, ഒരു മെഡിസിൻ വെക്കാനുള്ള സൗകര്യം ഇല്ല, അങ്ങനെയൊക്കെ ഒട്ടും സൗകര്യങ്ങളില്ലാത്ത ഒരു എന്താ പറയുക അവസ്ഥയിൽ ഞങ്ങൾ 17 വർഷമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ പോലും അറിയാതെയാണ് നമ്മുടെ ഡിസ്പെൻസറിയിൽ ഞങ്ങളുടെ സ്റ്റാഫ്, ഞാൻ ഉൾപ്പെടെ എൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെ ഞങ്ങൾ അറിയാതെയാണ് ഈ ക്ലിനിക്ക് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ പേപ്പർ വർക്കും ബഹുമാനപ്പെട്ട കൗൺസിലറും മേയറും കൂടി നടപ്പിലാക്കിയത്. ധൈര്യത്തോടുകൂടി പറയുന്നത് ഏറ്റവും നല്ല ഡിസ്പെൻസറി എന്ന്. അപ്പം നമുക്ക് ആ ഒരു സന്തോഷം ഇതിന് കൗൺസിലർ ഓഫീസിലില്ല, നാളെ മുതൽ ഇവിടെ തന്നെ പ്രവർത്തനം തുടങ്ങുകയാണ്.